ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളും എക്സ്പോ കാണാൻ പോയി. ആദ്യം പറഞ്ഞിരുന്നത് മാർച്ച് 13 വരെയാണെന്നാണ്. പിന്നീട് നാളെ വരെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിള്ളേർക്ക് ഭയങ്കര വിഷമം. നമുക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എക്സ്പോ കാണാൻ പോയി കേട്ടോ. അങ്ങനെ 100 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അമ്മാനും ഞാനും അണ്ണനും മോളും കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുന്നതിന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഈ അമാനും കുക്കുടും ഇതൊക്കെ കണ്ടപ്പോഴത്തേനും അങ്ങനെ തുള്ളി ചാടുമായിരുന്നു. വലിയൊരു ഡിനോസറിനെ കണ്ടോ നിങ്ങൾ? ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ സൗണ്ടും ആ മൂമെൻറ്റ്സും ലൈറ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസം കാണാൻ വേണ്ടി കേട്ടോ. ഈ ഡിനോസറിൻ്റെ വാ തുറന്ന് പല്ലൊക്കെ കണ്ടപ്പോഴത്തേക്കിന് പഴയ കാലമാണെന്ന് ചിന്തിച്ചു പോയി ഞാൻ. അങ്ങനെ കണ്ടിങ്ങനെ വന്നപ്പോൾ ഒരു വലിയ അമ്മ ഡിനോസറും ഒരു കുട്ടി ഡിനോസറും മുട്ടയെന്നൊക്കെ വിരിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുക. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ക്യൂട്ട് ഡിനോസർ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴോ ഒരു യമണ്ടൻ ഡിനോസർ. എന്ത് വലുതാണെന്നോ അത്. ആ മേൽക്കൂരയുടെ അത്ര തന്നെ ഉണ്ടായിരുന്നു ആ ഡിനോസറിൻ്റെ തല കേട്ടോ. അത്രയ്ക്ക് വലുതായിരുന്നു അത്. തീർന്നിട്ടില്ല. കണ്ടോ ഈ എമുവിനെ കണ്ടോ? തലയൊക്കെ ആട്ടി ഇങ്ങനെ നിൽക്കുക. എമു ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു തത്തയല്ലല്ലോ, എന്നെന്താ പറയുന്നത്, ആഫ്രിക്കൻ പാരറ്റ്, അത് തന്നെ, അതുണ്ടായിരുന്നു. പിന്നെ ഒരു മൂങ്ങ തടിയുടെ പുറത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. ഒരു വവ്വാൽ തൂങ്ങി ആടുന്ന നിങ്ങൾ കണ്ടോ? ഭയങ്കര രസമായിരുന്നു വവ്വാലിനെ കാണാൻ. പിന്നെ ഒരു പശുക്കുട്ടി അവിടെ ഇത് നമ്മളിങ്ങനെ തലയൊക്കെ ഇട്ടാട്ടി വിളിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഏറ്റവും വലിയ പരുന്ത്. അവിടുത്തെ ഏറ്റവും വലിയ ഉണ്ടാക്കിയ രൂപങ്ങളിൽ ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അമ്മാനതിനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എൻ്റെ ചുണ്ടൊക്കെ കണ്ടോ? കുറേ വേറെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് എക്സ്പോയിൽ. അടുത്തതായി കാണാൻ പോകുന്നത് നമ്മുടെ മെയിൻ താരമാണ് ഗൈസ്. നമ്മുടെ മെയിൻ താരം നമ്മുടെ റോബോ നായ്ക്കുട്ടി. ഭയങ്കര രസമാണ് കേട്ടോ അതിനെ കാണാൻ. അതിനെ മോമാന് ശയിക്കാൻ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ തന്നെത്താൻ ചാടി എണീറ്റ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഷോ കാണാനാണ് പോയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, പറയാൻ വാക്കുകളില്ല. മാസ്മരിക ലോകത്തെ നമ്മളെ പോയ പോലെ നമ്മളെ കൊണ്ടെത്തിക്കും, അത്രയ്ക്ക് ഫീലാണ്. തോളെ ചാഞ്ഞാണ്, നമ്മൾ മാത്രം അത് കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു കുട്ടി ഫ്രണ്ട് ഇങ്ങനെ കുട്ടിയെടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് അവർ പിന്നെ കൂട്ടായേ. ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങളല്ല, കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് നോയമ്പാണ്, ഞങ്ങൾ കഴിച്ചില്ല. നമ്മൾ സ്റ്റോളൊക്കെ കാണാൻ കഴിയും കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, ബുക്സ് ഉണ്ട്, ഒരുപാട്
ഫാൻസി ഐറ്റംസ് ഉണ്ട്, പിന്നെ ഒത്തിരി മിഠായികളുണ്ട്, പഴയ കാലത്തെ മിഠായികൾ. അതായത് ഒരു 80-90s ഉള്ള മിഠായികൾ, നമ്മുടെ പുളിമിഠായി, തേൻ മിഠായി, പൈസ മിഠായി, സിഗരറ്റ് മിഠായി, കണ്ടോ എല്ലാം ഉണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ളത് കാണാൻ. സ്റ്റോളുകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.